ഗവേഷക വിദ്യാർത്ഥിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ റാപ്പർ വേടനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ തെക്കിന്റെ ഇറക്കം കേസൊക്കെ ഒന്ന് കഴിയട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാൻ പറ്റും. ഗൂഢാലോചന സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ലായിരിക്കില്ല ഗൂഢാലോചനയുടെ കാര്യത്തിൽ. തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം ഒന്ന് പറയുന്നതായിരിക്കും. ഞാൻ ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ. വിവരങ്ങളുമായി അനിൽ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, വേടനെതിരെ ഒന്നിനു പുറകെ ഒന്നായി ഒരു മുൻകൂർ ജാമ്യം കിട്ടുന്ന ദിവസം അടുത്ത പരാതി വരുന്നു, അതിനുശേഷം മറ്റൊന്ന് വരുന്നു. അങ്ങനെ വരുന്നതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് വേടന്റെ ചേട്ടൻ ഇന്നലെ നമ്മളോട് പറഞ്ഞതാണ്, ലിവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ അദ്ദേഹവും അത് ആവർത്തിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ എത്ര നേരമായി അനിൽ? ബിനിൽ, ഇന്ന് രാവിലെ 10 മണിക്കാണ് വേടൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇത് വേടനെതിരെ ഉയർന്ന രണ്ടാമത്തെ ലൈംഗിക അതിക്രമ പരാതിയിലാണ്. അതായത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത 2 പരാതികളിൽ ഒരു പരാതിയാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. ആ പരാതിയിൽ ആണ് ഇന്ന് വേടൻ ഹാജരായിരിക്കുന്നത്. ഈ കേസിൽ സെഷൻസ് കോടതിയിൽ നിന്ന് വേടൻ മുൻകൂർ ജാമ്യം നേടി. എറണാകുളം സെഷൻസ് കോടതി വേടന് ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് വേടൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായത്. 10 മണി മുതലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഇന്ന് വൈകുന്നേരം വരെ ഏതാണ്ട് ചോദ്യം ചെയ്യൽ നീളും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഈ തനിക്കെതിരെ ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ വരുന്നു, പരാതികൾ വരുന്നു. ആ പരാതികളെല്ലാം കോടതിയിലേക്കും മറ്റും എത്തുന്നു. കേസ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇതിനെല്ലാം പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ട് എന്ന് വേടന്റെ കുടുംബം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേ വാക്കുകൾ തന്നെ ആവർത്തിക്കുകയാണ്. കേസ് കോടതിയിൽ നിൽക്കുകയാണ്, അതിനാൽ കൂടുതൽ പറയാനില്ല, കൂടുതൽ പ്രതികരിക്കാനില്ല. ഇതിനെല്ലാം ശേഷം താൻ കാര്യങ്ങൾ കൃത്യമായി പ്രതികരിക്കും എന്ന് വേടൻ പറയുന്നു. ഒപ്പം ഗൂഢാലോചന ഉണ്ട് എന്ന് വേടൻ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഏതായാലും വേടന്റെ ഈ രണ്ടാമത്തെ ലൈംഗിക അതിക്രമ പരാതിയിൽ, അതായത് ഗവേഷക വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ വേടന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ശരി, താങ്ക് യു. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.